ക്രിസ്തുവിന് 570 ആണ്ട്. അറബിയിലെ മക്ക നഗരത്തിൽ ബനു ഹാഷിം ഗോത്രത്തിലെ ഏറ്റവും മാന്യനായ അബ്ദുല്ലായുടെയും അമീനയുടെയും ഗർഭത്തിൽ നിന്ന് ഒരു പ്രത്യേക ശിശു ജനിച്ചു. ആ രാത്രി ചരിത്രം മാറ്റിമറിച്ചു. ആമീന ബീവി സ്വപ്നത്തിൽ കണ്ടതുപോലെ അവരുടെ ഗർഭത്തിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ട് ലോകത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള അരമനകൾ പ്രകാശിതമാക്കി. ജനനസമയത്ത് ആ ശിശു ജനനത്തിൻ്റെ സാധാരണ അഴുക്കുകളിൽ നിന്ന് മുക്തനായിരുന്നു. അവൻ തല താഴ്ത്തി സദ്ദ ചെയ്യുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിൽ ജനിച്ചു. അതേസമയം ദൂരെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ 1000 വർഷമായി തീക്ക് ആഹുതികൾ നൽകി വന്നിരുന്ന അഗ്നിവേദികൾ അകത്തെത്തി അണഞ്ഞുപോയി. പേർഷ്യൻ രാജാവായ ഖസ്രുവിന്റെ അരമനയുടെ 14 ഗോപുരങ്ങൾ ആഘോഷങ്ങളില്ലാതെ തകർന്നു വീണു. സാവഹൃദം വറ്റിപ്പോയി. ഈ അത്ഭുതങ്ങൾ കണ്ട് പേർഷ്യൻ ജ്യോതിഷ്കന്മാർ ആശ്ചര്യചകിതരായി. അവർ രാജാവിനെ അറിയിച്ചു, അറബിയിൽ ഒരു മഹാമനുഷ്യൻ ജനിച്ചിരിക്കുന്നു. അവന്റെ സന്ദേശം ലോകം മാറ്റിമറിച്ചു കളയും. മക്കയിൽ ആ ശിശുവിനെ കാണാൻ വന്ന ഹലീമ ബീവി ആ ബാലനെ തന്റെ കുട്ടികളുമായി കൂട്ടിച്ചേർത്ത് വളർത്താൻ ഏറ്റെടുത്തു. അവർ ആ ബാലനെ മുഹമ്മദ് എന്ന് വിളിച്ചു. അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ. ഹലീമയുടെ വീട്ടിൽ അവർക്ക് അനുഭവപ്പെട്ട അത്ഭുതങ്ങൾ. അവരുടെ മടയുടെ ഉണക്കം പോയി. ആടുകൾക്ക് ധാരാളം പാൽ ലഭിച്ചു. ചുറ്റുമുള്ള മരുഭൂമി പച്ചക്കാടുകളായി മാറി. ഹലീമയ്ക്ക് മനസ്സിലായി, ഈ ബാലൻ സാധാരണ മനുഷ്യനല്ല, അവൻ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദൂതനാണ്.